പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ്. പണ്ട് 400-500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നത് വലിയ വലിയ രാജാക്കന്മാരായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ഇഷ്ടക്കണക്കിന് പൈസയും സ്വർണവും, അരി, ഗോതമ്പ്, കുരുമുളക്, ഏലം എന്നിങ്ങനെയെല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷുകാർ ഇതറിഞ്ഞു ഇന്ത്യയിൽ സ്വർണവും പൈസയും ഒക്കെ ഉള്ളത്. അവർ അവിടുത്തെ കപ്പൽ വഴി നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു. അവർ നോക്കുമ്പോൾ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലം. അവർ നമ്മുടെ രാജാക്കന്മാരോട് കൂട്ടുകൂടി. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ത്യയിലെ നല്ല സ്ഥാനം ഇംഗ്ലണ്ടിലേക്കും ഇംഗ്ലണ്ടിലെ നല്ല സ്ഥാനം ഇന്ത്യയിലേക്കും തരാമെന്ന്. രാജാക്കന്മാർ സമ്മതിച്ചു. കുറെ കാലം ഈ ബിസിനസ് പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇംഗ്ലീഷുകാരുടെ സ്വഭാവം മാറി. അവർ പതുക്കെ പതുക്കെ നമ്മുടെ ഇന്ത്യയെ പിടിച്ചടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ രാജാക്കന്മാർ പറഞ്ഞു, ഇങ്ങനെയാണ് ഇത് നടക്കുകയില്ലെന്ന്. പക്ഷേ ഇംഗ്ലീഷുകാർ ഇതൊന്നും കേട്ടില്ല. അങ്ങനെ റാണി ലക്ഷ്മിബായി, വീരമാണ്യ കട്ടപ്പോമൻ, പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ എന്നിങ്ങനെയുള്ള വലിയ വലിയ രാജാക്കന്മാർ അവരോട് യുദ്ധത്തിന് പോയി. പക്ഷേ ഇംഗ്ലീഷുകാർ അവരെയൊക്കെ തോൽപ്പിച്ച് കൊന്നുകളഞ്ഞു. കുറെ കാലം ഇന്ത്യക്കാർ കഷ്ടപ്പെട്ടു ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് എന്നിങ്ങനെയുള്ള വലിയ വലിയ നേതാക്കന്മാർ വന്നു. അവർ പറഞ്ഞു, ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ സാധനം നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത്. പക്ഷേ ഇവർ അതൊന്നും കേൾക്കാതെ ഇവരൊക്കെ ജയിലിൽ കൊണ്ടിട്ടും അവർ വിട്ടുകൊടുക്കാതെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. അവരുടെ ശക്തിയായ പോരാട്ടം സഹിക്കവയ്യാതായപ്പോൾ ഇംഗ്ലീഷുകാർ 1947 ഓഗസ്റ്റ് 15 കപ്പൽ വഴി ഇന്ത്യ വിട്ടുപോയി. അന്നും ഇന്നും എല്ലാ വർഷവും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ.